ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ ഇത് എപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ, ഡിവൈൻ ഗൈഡൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ ആദ്യം ചെയ്യുന്നത് മൂൺ എനർജിയാണ് നോക്കുന്നത്. മൂണോളജി കാർഡ്സ് ആണ് ഉപയോഗിക്കുന്നത്, മൂൺ എനർജിയാണ് നോക്കുന്നത്. പിന്നീട് ടാരോ കാർഡ്സ് കൂടി നമുക്ക് നോക്കാം. ഫുൾ മൂൺ എനർജി ഇവിടെ നമ്മുടെ പ്രപഞ്ചത്തിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമല്ലേ. അപ്പോൾ അതാണ് നമുക്ക് ആദ്യം നോക്കാമെന്ന് പറഞ്ഞത്. Take time to breathe out. New romantic cycle begins. Communication is a key. Fairy climax. Adjustments are required. ഒരു കാർഡ് എടുക്കാവേ. Surrender to the divine. ബോട്ടം വന്നിരിക്കുന്നത് മെഡിറ്റേറ്റ് ആൻഡ് കണ്ടംപ്ലേറ്റ് എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പം മെഡിറ്റേറ്റ് ചെയ്യുക, കണ്ടംപ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ധ്യാനം ചെയ്യുക. ധ്യാനം, മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷനിലൂടെ ഒരുപാട് പ്രയോജനം ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആവർത്തിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മെഡിറ്റേഷൻ. അല്ലാതെ ഇന്ന് ചെയ്തു നാളെ നിർത്തലാക്കുന്ന ഒരു പരിപാടിയല്ല. മനസ്സിലായോ? നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് തന്നെ ധ്യാനം ഇന്ന് ചെയ്യുന്ന സമയത്ത് ഇന്ന് കുറച്ച് സമയം ഇരിക്കാൻ പറ്റിയാൽ അത്രയും സമയം ഇന്ന് നിങ്ങൾ ഇരിക്കുക. നാളെ നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം ഇരിക്കാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും ചെയ്യുക. ഇതൊക്കെ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിന് നല്ലൊരു പ്രോഗ്രസ് കൊണ്ടുവരാനും നിങ്ങൾക്ക് ധ്യാനം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണെന്നാണ് ഇവിടെ മൂൺ എനർജി പറഞ്ഞിരിക്കുന്നത്. അമാവാസി എനർജിയാണ്, ഫുൾ മൂൺ എനർജിയാണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുക ടേക്ക് ടൈം ടു ബ്രീത്ത് ഔട്ട്. അതായത് ഒരു ബ്രീത്ത് ഔട്ടിന് അറിഞ്ഞില്ലേ, ഇത് തന്നെയാണ് മെഡിറ്റേഷൻ. ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക. മനസ്സിലായി? ഉള്ളിലുള്ള ചൂട് വായുവിനെ പുറത്തേക്ക് വിടുക. നമ്മുടെ ഉള്ളിലെല്ലാം എന്താണ്? ടോക്സിക് എനർജി അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ പുറത്തേക്ക് വിടുക. ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക, ശുദ്ധമായ വായുവിനെ ഉള്ളിലേക്ക് എടുക്കുക. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ദുഷിച്ച വായുവിനെ പുറത്തേക്ക് കളയുക. അതാണ് ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രീത്ത് ഔട്ട് ചെയ്യൂ. മനസ്സിലായി? അതിനായിട്ട് സമയം കണ്ടെത്തൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ടാരോ കാർഡ്സ് നോക്കാം. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഹാങ്ഡ്മാന്റെ അവസ്ഥ വരില്ല. കാരണം തലകീഴായി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ആൻസർ കിട്ടേണ്ടത് അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ഉള്ളിലേക്ക് എന്താണോ നിങ്ങൾ ശ്വാസം കൊടുക്കുന്നത്, പുറത്തേക്ക് വിടുന്നത് എന്താണ്, ഈ ഒരു ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഉൾവിളികൾ ഉണ്ടാകും. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ആൻസർ കിട്ടും, ഉത്തരം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ചോദ്യത്തിൻ്റെതായ ഉത്തരം നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഇവിടെ തലകീഴായി നിൽക്കേണ്ട യാതൊരു ആവശ്യവും വരികയില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. മനസ്സിലായി? ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ് എന്നാണ് അടുത്തതായി ന്യൂ മൂണിൽ ലിബ്രയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു റൊമാൻറ്റിക് സൈക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങുന്നു. പുതിയൊരു സൈക്കിൾ തുടങ്ങുകയാണ്. എന്തിൻ്റെയാണ്? റൊമാൻറ്റിക് ലൈഫിൻ്റെ. അതായത് പുതിയ പ്രണയം വരാം, അതുപോലെ തന്നെ പുതിയൊരു
വിവാഹ ജീവിതത്തിലേക്ക് പോകാം, എന്തായാലും ശരി പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കടക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള പേടികൾ ഒക്കെയും മാറിക്കിട്ടുന്നതാണ്. നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് കൊണ്ടുവരുന്നതാണ് ഈ ഒരു സമയം എന്നുള്ളതാണ്. ഈ ഒരു റൊമാൻറ്റിക് സൈക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങുന്നത് തന്നെ നിങ്ങൾക്ക് ഉള്ളിലുള്ള പേടിയെ മായ്ച്ചു കളയുന്നതായിരിക്കും ഈ ഒരു എനർജി എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. പിന്നെ 4 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി, അതായത് കുറച്ചുകൂടി നിങ്ങൾക്ക് അഭിവൃദ്ധി വരും. ഇത്തരത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സാമ്പത്തികപരമായ അഭിവൃദ്ധി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാരണം. സാമ്പത്തികപരമായ ഒരു സ്റ്റെബിലിറ്റി എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ചില എനർജീസിലേക്ക് നിങ്ങൾക്ക് പുതിയ നല്ല ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കടക്കുവാൻ സാധിക്കുന്നു ഈ ഒരു സമയത്ത് എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ആകാംക്ഷ, പേടി ഒക്കെ മാറി കിട്ടുന്ന ഒരു സമയമാണ്. അതായത് ഇല്യൂഷനിലാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ ഉണ്ടാവുന്ന സമയം, യാഥാർത്ഥ്യത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നു. യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുമ്പോഴാണ് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ലഭിക്കുന്നത്. ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ കഴിയുന്നത് അപ്പോൾ മാത്രമാണ്. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഈസ് കീ എന്നാണ് വന്നിരിക്കുന്നത്. ന്യൂ മൂൺ ജെമിനിയാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഈസ് കീ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊരു സ്ഥലത്തും ഏതൊരു സാഹചര്യത്തിലും തുറന്ന് സംസാരിക്കുക ഏറ്റവും അത്യാവശ്യമാണ്. അതാണ് ആ സക്സസിന്റെ കീ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷനാണ്. ആശയവിനിമയം ശരിയായ രീതിയിൽ നടത്തുക. ചില കോടതി കേസുകളൊക്കെ ഉണ്ടെങ്കിൽ ആശയവിനിമയം നടത്താത്തതിന്റെ പേരിൽ, ശരിയായ രീതിയിൽ നടത്താത്തതിന്റെ പേരിൽ തെറ്റിദ്ധാരണ ഉണ്ടായിട്ട് അവിടെ നിങ്ങൾക്കൊരു പരാജയം സംഭവിക്കാം. ഇനി അതുമല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ വീട്ടിലായാലും നിങ്ങളുടെ കുടുംബത്തിലായാലും നിങ്ങളുടെ ഫാമിലിയിലും എവിടെ നിങ്ങൾ ഉൾപ്പെടുന്ന സൊസൈറ്റി അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഇടങ്ങളിലായാലും ഓഫീസിലായാലും അതുപോലെ ബിസിനസ് കാര്യങ്ങളായാലും ഏത് കാര്യത്തിലായാലും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ശരിയായി നടത്തുക. ആശയവിനിമയം നിങ്ങളോടൊപ്പമുള്ള പാർട്ട്ണറോട് ആശയവിനിമയം ശരിയായ രീതിയിൽ നടത്തേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പ്രോഗ്രസ് ലഭിക്കും. അല്ലാതെ ഉള്ളിൽ പകുതി വെച്ചിട്ട് പകുതി പറയുന്ന സ്വഭാവമുണ്ടല്ലോ, അടക്കി കുറച്ച് വെച്ചിരിക്കുന്നു എന്നിട്ട് കുറച്ച് മാത്രം സംസാരിക്കുക, ചിലരുടെ ഒരു സ്വഭാവമാണ്. അത് മറ്റുള്ളവർ മനസ്സിലാക്കിക്കൊള്ളൂ എന്നുള്ളൊരു ഭാവമായിരിക്കാം. ചിലപ്പോൾ അങ്ങനെയും വരാം, ചിലപ്പോൾ അറിഞ്ഞുകൂടാതെയും വരാം. അതുകൊണ്ട് ഇത് ശരിയായ രീതിയിൽ ഇത് മനസ്സിലാക്കുക, എന്നിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതാണ് നിങ്ങളുടെ വിജയത്തിന്റെ കീ താക്കോൽ എന്ന് പറയുന്നത്. മനസ്സിലായി? ഇതിൽ ഇന്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ എന്താണ്, ഉള്ളിൽ അറിവുണ്ട്, പക്ഷെ അത് പുറത്തേക്ക് ആശയവിനിമയം നടത്താനുള്ള കഴിവില്ല. പുറത്തേക്കൊന്ന് തുറന്നു പറയാനുള്ള കഴിവില്ലായ്മ നിമിത്തം പരാജയപ്പെടാം. അതുകൊണ്ട് അങ്ങനെ നിങ്ങളുടെ ഒരു സക്സസിലേക്ക് വരുന്നത് ഈ ഒരു താക്കോലാണ്. ആശയവിനിമയം എന്ന് പറയുന്ന താക്കോൽ ആണ്. ശരിയായ രീതിയിൽ അത് തുറന്ന് സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഏതൊരു സാഹചര്യത്തിലായാലും അത് വേണ്ടിടത്ത് വേണ്ട പോലെ പ്രയോഗിക്കണം. അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്ന ഇവിടെ നോക്കാം. കമ്മ്യൂണിക്കേഷൻ ഈസ് കീ എന്ന് പറയുന്നത് കിങ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. ഒരു ഉയർന്ന പദവിയിലേക്ക് വരികയാണ്, ഹൈ എനർജിയിലേക്ക് വരികയാണ്. അപ്പോൾ ഹൈ എനർജിയിലുള്ള ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പദവിയിലേക്ക് വരുമ്പോൾ, നിങ്ങൾ ഈ ഒരു ഹൈ എനർജിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ സംസാരിക്കാതിരിക്കുന്നത് ഒട്ടും ശരിയല്ല. മനസ്സിലായി? നിങ്ങൾക്ക് പറയാനുള്ള കാര്യം തുറന്നു പറഞ്ഞുവെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു നിങ്ങളുടേതായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉയർന്ന സ്ഥാനത്ത് എത്തി നിൽക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ കിങ്ങിന്റെ എനർജിയാണ്. കിങ്ങിന് മറ്റു പ്രജകളോട് തുറന്ന് സംസാരിച്ചില്ല എങ്കിൽ അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ഒരുപാട് തെറ്റിദ്ധാരണകൾ വരാം. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഇപ്പോൾ എവിടെയാണോ നിലനിൽക്കുന്നത് അവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്,
ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം തുറന്ന് പറയണം എന്നുള്ളതാണ്. ആവശ്യത്തിനുള്ള കാര്യങ്ങൾ, അത് ഏത് കാര്യത്തിലാണോ ഇടപെടുന്ന, ബിസിനസ് കാര്യങ്ങളാണെങ്കിൽ ആ കാര്യങ്ങൾ, അല്ലാതെ ജീവിത കഥകൾ തുറന്നു പറയുക എന്നുള്ളതല്ല പറഞ്ഞത്. അവിടെ നിങ്ങൾ ആശയവിനിമയം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. മനസ്സിലായോ? നമുക്ക് അടുത്തായിട്ട് വന്നിരിക്കുക ഫെയറി ക്ലൈമാക്സ് അപ്രോച്ചസ് എന്നാണ്. നിങ്ങൾക്ക് അതിശയിപ്പിക്കുന്ന ഒരു ക്ലൈമാക്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് വളരെയധികം നിങ്ങളെ വളരെയധികം അതിശയിപ്പിക്കുന്നത് മാന്ത്രികമായ ഒരു ക്ലൈമാക്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. നിങ്ങളത് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്തതായിരിക്കണം. ഇവിടെ ഫുൾ മൂൺ ഏരീസ് ആണ്, മേടമാസത്തിലെയാണ്, മേടൻ രാശിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, എന്ത് കാര്യത്തിലാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ എനർജി വേസ്റ്റ് ആക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ അതിശയിപ്പിക്കുന്ന ഒരു ക്ലൈമാക്സ് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഏസ് ഓഫ് സോഡിന്റെ എനർജിയാണ്. അതായത് ചിലപ്പോൾ നിങ്ങളുടെ യാത്രകളാവാം, യാത്രകൾ സഫലമാകാം, നിങ്ങളെ അതിശയിപ്പിക്കാൻ. പെട്ടെന്നായിരിക്കും ഒരു ഫ്ലൈറ്റ് യാത്ര, പെട്ടെന്നായിരിക്കും ഒരു വിദേശ യാത്ര, അവിടെ ഒരു ജോലി ആയിരിക്കാം, പെട്ടെന്നൊരു കോഴ്സ് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു, പെട്ടെന്നൊരു ജോലിയിലേക്ക് നീങ്ങാനുള്ള സാഹചര്യം നേരത്തെ മനസ്സിൽ കണ്ടിരുന്നതായിരിക്കാം. പക്ഷെ എന്നാലും ചിലപ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങളെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ പെട്ടെന്നായിരിക്കാം നിങ്ങൾക്കൊരു ഉയർന്ന സ്ഥാനത്തേക്ക് ഒരു ജോലി ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഉയർന്ന ഒരു പൊസിഷൻ ലഭിക്കുന്നത്, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ ലഭിക്കാൻ ജോലിയിൽ. ഇതൊക്കെ വളരെ പെട്ടെന്നായിരിക്കാം. അതിലൊരു ക്ലൈമാക്സ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെ നിങ്ങളെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ ഉള്ള എനർജിയാണ് എന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അടുത്തതായിട്ട് അഡ്ജസ്റ്റ്മെന്റ്സ് ആർ റിക്വയർഡ് എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അഡ്ജസ്റ്റ്മെന്റ്സ്, നിങ്ങൾ എവിടെയാണോ ഇപ്പോൾ നിലനിൽക്കുന്നത് അവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ നിങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വേണ്ടി വരും. എന്ന് വെച്ചാൽ എന്താണ്, ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങൾ ഉൾപ്പെടുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ഓഫീസ് കാര്യങ്ങൾ, ബിസിനസ് കാര്യങ്ങൾ, എവിടെയായാലും സൊസൈറ്റിയിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നത്, അവിടെ ഒക്കെ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ നിങ്ങളുടേതായ ഇഷ്ടങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിച്ച് ഒരു വിജയം നേടാം എന്ന് പ്രതീക്ഷിക്കരുത്. അത് ശരിയായ കാര്യമല്ല. മനസ്സിലായി? നമ്മൾ പലരും ഉണ്ട്, ഈഗോയാണ്, ഞാൻ പറയുന്നത് പോലെ മറ്റുള്ളവർ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് അവിടെ ഒരു സക്സസ് അല്ല. തൽക്കാലം നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവുമായിരിക്കും, തൽക്കാലം നിങ്ങൾക്കൊന്ന് സന്തോഷിക്കാമായിരിക്കും, പക്ഷെ അത് പിന്നീട് വളരെയധികം ദോഷം ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റുള്ളവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അത് അത്യാവശ്യ കാര്യമാണ്. മനസ്സിലായി? ഒരുപാട് കാര്യങ്ങളുണ്ട് റിലേഷൻഷിപ്പിലായാലും, ഒരുപാട് കാര്യങ്ങൾ. ഒരാൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ അതിന് 10 പറഞ്ഞിട്ട് ജയിക്കാൻ നോക്കരുത്. ചില കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടില്ലാതെ അത് ഞാൻ കേട്ടില്ല. മനസ്സിലായി? അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഒരു സക്സസിലേക്ക് പോകാൻ സാധിക്കും, നല്ല മനസ്സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, ഏസ് ഓഫ് കപ്സ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് മറ്റുള്ളവർക്ക് ഒരു ദൈവികമായ പ്രണയം തോന്നും, ഒരു ദൈവികമായ ഇഷ്ടം തോന്നും നിങ്ങളോട്. നിങ്ങൾ കുറഞ്ഞ വ്യക്തി അല്ലല്ലോ. കണ്ടില്ലേ, നിങ്ങൾ നിമിത്തമാണ് അവിടെ പ്രശ്നം ഉണ്ടാകാതെ പോയത്. ചിലപ്പോൾ നിങ്ങളുടെ സൈലൻസ് നിമിത്തം അവിടെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് അവസാനിപ്പിക്കും. അതിനുള്ള ഒരു സമയമാകുന്നുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാം. അപ്പോൾ അവിടെ മറ്റുള്ളവർക്ക് നിങ്ങളോട് ഇത്തരത്തിലുള്ള ഒരു സ്നേഹം തോന്നാം, ഒരു ദൈവികമായ സ്നേഹം തോന്നാം, നിങ്ങളോട് വളരെയധികം ഹൈ എനർജിയിലുള്ള ഒരു സ്നേഹം നിങ്ങളോട് തോന്നാം, ഒരു ഡിവിനിറ്റി. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു സ്നേഹം നിങ്ങളോട് തോന്നാം. അപ്പോൾ അത് ഏറ്റവും നല്ല ഒരു എനർജിയാണ്. ഒരു നല്ലൊരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന ഇപ്പോഴെന്ന് കാണുന്നുണ്ട്. അങ്ങനെ നിങ്ങളോട് ആരെങ്കിലും ഒക്കെ ഇഷ്ടം തോന്നി അടുത്തു വരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനകത്ത് ഒരുപാട് ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട് എന്നും കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് ദൈവികമായ എനർജി നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങളോടൊപ്പം തന്നെയുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. കാരണം നിങ്ങളെപ്പോലെ നല്ല വ്യക്തികളില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറെ സഹനശക്തി ഉള്ളവരാണ്.
അത് മറ്റുള്ളവർക്ക് വേണ്ടി ആയിരിക്കും നിങ്ങൾ സഹിക്കുന്നത്, എന്നാൽ പോലും അവിടെ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് സറണ്ടർ ടു ദ ഡിവൈൻ ആണ്. എന്തായാലും നമുക്ക് സൈലൻസിൽ ഇരിക്കാൻ സാധിക്കണം. നമുക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെ, വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ വേണ്ടാത്തതായ ചില കാര്യങ്ങളെ ഡിവൈനിൽ സറണ്ടർ ചെയ്യുക. അതുമല്ല നമുക്ക് ആവശ്യമില്ല. ഇനി നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മളിലേക്ക് വരുന്നില്ല. നിങ്ങളിപ്പോൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളുമായിട്ട് ഇഷ്ടത്തിലാണ്, അല്ലെങ്കിൽ ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരണം. ഇത് കുറേ കാലം കൊണ്ട് നിങ്ങൾ ഇവിടെ നോക്കിയിരിക്കുന്നു, അത് നിങ്ങൾക്ക് വരുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ തന്നെ തോന്നുകയാണോ ഇനി അതുകൊണ്ടൊരു പ്രയോജനവുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? അങ്ങനെ ചെയ്തു കഴിയുമ്പോഴും നിങ്ങൾക്കൊരു മനസമാധാനം കിട്ടും. മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. പിന്നീട് നിങ്ങൾ അതിനെ മറന്നേക്കുക. ഡിവൈനിലേക്ക് ഒരു കാര്യം സറണ്ടർ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? പിന്നീട് അതിനെ മറന്നേക്കുക. പിന്നീട് വീണ്ടും വീണ്ടും അതിനെ ഓർത്തുകൊണ്ട് ഇരിക്കാൻ പാടില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പൊ അത് എന്താണ് നമുക്കൊന്ന് നോക്കാവേ. ഇവിടെ ക്യൂൻ ഓഫ് സോഡിന്റെ എനർജിയാണ്. ടു ഓഫ് സോഡ്സിന്റെ എനർജി ഉണ്ട്. അപ്പൊ ക്യൂൻ ഓഫ് സോഡ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമുക്ക് ക്യൂനിന്റെ എനർജിയാണ്, ഹൈ എനർജിയാണ്. അപ്പൊ ഇവിടെ ഒരു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള കാര്യത്തിലേക്ക് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. സ്വതന്ത്രരാവണം, സ്വാതന്ത്ര്യം അനുഭവിക്കണം. സ്വാതന്ത്ര്യം കിട്ടാതെ എത്ര പേരുണ്ട് ഇവിടെ കണ്ടില്ലേ? ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 8 ഓഫ് സോഡിന്റെ എനർജിയാണ്. ഇവിടെ സ്വാതന്ത്ര്യം ഇല്ലാതെ കഴിയുകയാണ്. ഫ്രീഡം കിട്ടുന്നില്ല. ഇവിടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. അത്തരം ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് സോഡ്സിന്റെ എനർജി. നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആവാൻ ശ്രമിക്കുന്നു, നിങ്ങൾക്ക് ഫ്രീഡം നേടാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ വരുമ്പോഴും ചില കാര്യങ്ങൾക്ക് ടു ഓഫ് സോഡിന്റെ എനർജി എങ്ങനെയാണ് അത് റിയാലിറ്റിയിലേക്ക് ശരിക്കും വരാൻ കഴിയുന്നില്ല. ഇവിടെ കണ്ണുകൾ കെട്ടപ്പെട്ട ഒരവസ്ഥ, അഥവാ ബന്ധനത്തിൽ ആണ്ടിരിക്കുന്ന ഒരവസ്ഥ, മനസ്സ് കുഴങ്ങുന്ന ഒരവസ്ഥ, മൊത്തത്തിലാകെ കൺഫ്യൂസ്ഡ് ആണ്. ഉൾപ്പെട്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. മുന്നോട്ട് അതിനെ മറികടന്ന് മുന്നോട്ട് വരാൻ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം, സാമ്പത്തികമാകാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളാവാം, മറ്റ് പല കാര്യങ്ങളും ഉണ്ടാവാം. അങ്ങനെ അതിൽ നിന്നും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റാതെ നിങ്ങളുടെ മനസ്സ് കൺഫ്യൂസ്ഡ് ആണ്. എന്താണ് ഈ ഒരു സിറ്റുവേഷനിൽ ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞുകൂടാ. ഇവിടെയാണ് നിങ്ങൾക്ക് ഫ്രീഡം വേണ്ടത്. മനസ്സിലായി? ഇവിടെ ഫ്രീഡം കൊണ്ടുവന്നു എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷ നേടാൻ കഴിയൂ. ഇവിടെ അതാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവരുടെ ടോക്സിക്കായ റിലേഷൻഷിപ്പിൽ പെട്ടിരിക്കുന്നു, അതുമല്ല എങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ കുടുക്കിലാക്കിയിരിക്കുന്നു. ഈ ഒരു ബന്ധനത്തിൽ നിന്നും, ഈ ഒരു കുടുക്കിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ സ്വയം വിചാരിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ സറണ്ടർ ടു ദ ഡിവൈൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല എങ്കിൽ അത് ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യുക. ഇനി എനിക്ക് വയ്യ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കൂടുതലായിട്ട്, ഞാനിവിടെ കീഴടങ്ങിയിരിക്കുന്നു, ഞാനിത് ഡിവൈനിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കതിൽ നിന്ന് പിൻവാങ്ങാവുന്നതാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ കാണുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇത്രയൊക്കെ ഉള്ളൂ. ഈ റീഡിങ് നിങ്ങൾക്ക് റെസണേറ്റ് ആയി എങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.